ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല സോഴ്സിലൂടെയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ മുന്നറിയിപ്പുകൾ ഉണ്ടായതാണ്. പച്ച വെളിച്ചം നാടിൻ്റെ എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം ഇൻഷാ അല്ലാഹ് ഇൻകിലാബ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക. അതിനപ്പുറം മറ്റൊന്നുമില്ല അവർക്ക് ഈ നാട് ഇങ്ങനെ നിലനിന്ന് പോകുന്നതിൽ വല്ലാത്ത വൈഷമ്യങ്ങളുണ്ട്. എങ്ങനെയും ഈ നാടിനെ മതവൽക്കരിക്കുക, ഇസ്ലാം മതവൽക്കരിക്കുക, അത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടി ഇന്ത്യൻ ആർമിയിലടക്കം, NIA നാവികസേനയാകട്ടെ, കരസേനയാകട്ടെ, വ്യോമസേനയാകട്ടെ, ഇനി എയർപോർട്ടുകളിലാകട്ടെ, എല്ലാ മേഖലകളിലും അവർ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. പോലീസിലാണെങ്കിൽ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾ പച്ച വെളിച്ചത്തിന്റെ കൂട്ടുകാരാണ്. നമ്മൾ കണ്ടതാണ്. വിഘ്നേഷ് എന്ന ചെറുപ്പക്കാരൻ ഒരു CPM പ്രവർത്തകനാണ്. കക്ഷിയെ അവരുടെ നാട്ടിലെ 2 യുവാക്കൾ എന്തോ MDMA പിടിക്കപ്പെട്ടു. അവരെ ഇറക്കാൻ വേണ്ടിയിട്ട് ജാമ്യത്തിൽ എടുക്കണമെന്ന് പറഞ്ഞ് ഈ വിഘ്നേഷ് എന്ന ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ എത്തിയ വിഘ്നേഷ് പറയുന്നു, ഈ മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങളിലൊന്നും ജാമ്യം നിൽക്കാൻ എനിക്ക് പറ്റില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പോലീസ് സെലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഏത് സമയത്തും എനിക്ക് എതിരെ അന്വേഷണം വരാം. അതുകൊണ്ട് എനിക്കൊരു ജോലിയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു എൻക്വയറി വന്നാൽ ബുദ്ധിമുട്ടിലായി പോകും. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, നിങ്ങൾ മറ്റാരെയെങ്കിലും നോക്കൂ. ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാൾ, അയാളുടെ അയൽവാസികളായ 2 പയ്യന്മാരാണ് ഈ MDMA കുടുങ്ങിയത്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ യുവാവിനെ കരുവാക്കിയതായിരുന്നു. യുവാവ് ഒഴിഞ്ഞു. ആ സമയത്ത് ലീവിന് വന്ന വിഘ്നേഷിന്റെ ഏട്ടൻ വിഷ്ണു, വീട് പണിയാണ്, വിഷ്ണുവിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വിഘ്നേഷിനെ അന്വേഷിച്ച് വന്നപ്പോൾ വിഘ്നേഷ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറയുന്നു. വിഷ്ണു എന്ന ജ്യേഷ്ഠൻ അനുജനെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ കിട്ടിയ പാടെ വിഷ്ണുവിനെ ആട്ടിച്ചൊതുക്കി പോലീസുകാർ. എന്ത്, ഏത്, ആര്, ഒരു നോട്ടവുമില്ല. അങ്ങനെ വിഘ്നേഷിനെയും വിഷ്ണുവിനെയും 10-14ഓളം ദിവസം കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല ചെയ്തത്, ഈ 2 യുവാക്കളുടെ കുടുംബവും ജീവിതവും തകർത്തു. ഫോട്ടോ എടുത്ത് പത്രമാധ്യമങ്ങളിലും ദൃശ്യശ്രവണ മാധ്യമങ്ങളിലും എല്ലാം വാർത്തകളാക്കി. നമ്മുടെ നാട്ടിൽ നല്ലവനാണെന്ന് പറഞ്ഞ് ചമഞ്ഞു നടക്കുന്ന ആർമി ഉദ്യോഗസ്ഥനും ഭാവിയിലെ പോലീസുകാരനും ഒക്കെ MDMA കേസിലെ പ്രതികളാണ് എന്ന തോതിലായി. പിന്നീട് അത് ഇന്ത്യൻ ആർമി ഇടപെടുന്നു. ആ ചെയ്തത് പച്ച വെളിച്ചത്തിന്റെ നേതാവായ അനീസ് മുഹമ്മദ് എന്ന പോലീസുകാരനായിരുന്നു. അയാൾക്ക് നമ്മുടെ പിണറായി സർക്കാർ ഒരു അവാർഡ് അങ്ങ് വെച്ചു കൊടുത്തു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞ് അവന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അവന് അടുത്ത ട്രാൻസ്ഫർ കൊടുത്തു. ഇതാണ് അയാൾക്ക് കിട്ടിയത്. അനീസ് മുഹമ്മദ് വിഷ്ണുവിനോട് ചോദിച്ചത്, കാഞ്ചി വലിക്കാൻ ഇനി നിന്റെ വിരലുകൾ ഉണ്ടാകില്ല എന്നായിരുന്നു. ഞാൻ കാഞ്ചി വലിച്ചാലേ നിനക്കിവിടെ നിന്ന് നെഞ്ചു വിരിക്കാൻ പറ്റൂ എന്ന് അയാൾ മനസ്സിലാക്കിയില്ല. ഇപ്പോഴിതാ വീണ്ടും പോപ്പുലർ ഫ്രണ്ട് ഭീകരരായ പച്ചവെളിച്ചക്കാർ പോലീസ് സേനയിൽ മുഴുവനും നുഴഞ്ഞു കയറിയിരിക്കുന്നു. അതിൽ ഒരുത്തൻ പിടിയിലായിട്ടുണ്ട്. നോക്കാം. പച്ചവെളിച്ചം നിരോധിത ഭീകര സംഘടനയായ PFIക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകി SI ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം സൈബർ സ്റ്റേഷനിലെ ഗ്രേഡ് SI PS റിജിമോനെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. SIT ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വിവരങ്ങളാണ് ചോർത്തിയത്. NIA റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, NIA റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. കൂടുതൽ നടപടിക്രമങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ തീരുമാനങ്ങളും നീക്കങ്ങളും.
കെ.പി. വളരെ ഗൗരവമുള്ള ഒരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന പോലീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിരിക്കുന്നത്. അത് മാത്രമല്ല സസ്പെൻഷന് ആധാരമായി അത് മാറുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി തന്നെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തുന്നു മതഭീകരവാദികൾക്ക് എന്നതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിൽ അതിന് കൂടുതൽ സ്ഥിരീകരണം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ റിജിമോന്റെ സസ്പെൻഷൻ നടപടി പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല അത് PFI ഭീകരർക്ക് വിവരങ്ങൾ ചോർത്തി നൽകി, SATയിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കോട്ടയം സൈബർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആണ് PS റിജിമോൻ. ഏറെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടപടിക്ക് ആധാരമായിരിക്കുന്നത്. കാരണം നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസി ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. അവരിൽ പലരെയും കൊച്ചി NIA ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. അത്തരം ഒരു ചോദ്യം ചെയ്യലിന് ഇടയാണ് ഇത്തരത്തിൽ തനിക്ക് വിവരങ്ങൾ നൽകിയ ആളെ കുറിച്ച് ഒരു PFI ഭീകരവാദി പോലീസിൽ തന്നെ ഒരാൾ തനിക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയിരുന്നു എന്ന കാര്യം പറയുന്നത്. തുടർന്ന് NIA വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് SATയിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തന്നെ ഇത്തരത്തിൽ ചോർത്തി നൽകിയിരുന്നു, ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് നൽകിയിരുന്നു എന്നത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്ന് സംഘടന നിരോധിച്ചെങ്കിലും ഈ സംഘടനയിലെ 4-5 ലക്ഷം അണികൾ എവിടെ പോയി? അവർ നിഷ്കാസിതരായി പോയിട്ടൊന്നുമില്ലല്ലോ, അവർ നാട് വിട്ടു പോയിട്ടുമില്ലല്ലോ, അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തത് കൊണ്ട് അവരുടെ ലക്ഷ്യം അതല്ലാതായി മാറുമോ? ഈ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രം സ്ഥാപിതമായിരിക്കുന്ന ഒരു സംഘടന ഇന്നിപ്പോൾ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട നേതാക്കന്മാരുടെ വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ വീണ്ടും പച്ച വെളിച്ചത്തിന്റെ കൂട്ടുകാരൻ പിടിയിലായെങ്കിൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, അവർ ഈ കേരളക്കരയെ ഉണർത്തുകയാണ്, അവർ ഈ രാജ്യത്തെ ഉണർത്തുകയാണ്. ഞങ്ങൾ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് ഒരു റിപ്പോർട്ട് സംസ്ഥാന പോലീസിന് നൽകി, സംസ്ഥാന DIGക്ക് നൽകിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിരിക്കുന്നത്. DIG ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ നടപടിയെ കുറിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പം മുമ്പ് DIG അടക്കം നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് PFI ഭീകരർക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ടാണ്, PFIക്ക് വിവരങ്ങൾ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സസ്പെൻഷൻ കൊണ്ട് ഇവരെയൊക്കെ അങ്ങ് മാതൃകാപരമായി ശിക്ഷിക്കാനോ ഈ നാട്ടിലെ ഇത്തരം രാജ്യവിരുദ്ധരെ ഒതുക്കാനോ രാജ്യവിരുദ്ധതയെ അവസാനിപ്പിക്കാനോ കഴിയും ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. നേരത്തെ തന്നെ സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥർ ഏതാണ്ട് 30ഓളം സബ് ഇൻസ്പെക്ടർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് പച്ച വെളിച്ചം എന്ന പേരിൽ ഉണ്ടാക്കുകയും അവിടെ മതഭീകരവാദ ആശയങ്ങൾ പരസ്പരം പ്രകടിപ്പിക്കുകയും അത് പങ്കുവെക്കുകയും എല്ലാം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ പച്ചവെളിച്ചം 1, പച്ചവെളിച്ചം 2 എന്നീ 2 വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പല ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുകയും ചെയ്തു. ഏറ്റവും ആദ്യം ഇത് അഭിമന്യുവിന്റെ കൊലപാതക കേസിന്റെ സമയത്ത് അല്ലെങ്കിൽ അഭിമന്യു കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മതഭീകരവാദികളാൽ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പായിരുന്നു ഇതിൽ ആദ്യത്തെ പച്ചവെളിച്ചം എന്ന പോലീസുകാരുടെ മതഭീകരവാദ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് അതിന്റെ രണ്ടാമത് മറ്റൊരു പകർപ്പ് കൂടി വരുന്നു. അതിലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അതിന്റെ ഭാഗമാക്കായി മാറുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പലരും ഇത്തരത്തിൽ ഭീകരവാദാശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് അനസ് എന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ പേരിൽ, അതായത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ദേശീയവാദികളായ ആളുകളുടെ വിവരങ്ങൾ ചോർത്തി നൽകുക മതഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് എന്ന കാര്യമായിരുന്നു അവിടെ അനസ് അടക്കമുള്ള ആളുകൾ ചെയ്തിരുന്നത്. നേരത്തെ RSSന്റെ പ്രവർത്തകരുടെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നിരവധി ആളുകളുടെ വിവരങ്ങൾ ഇത്തരത്തിൽ അനസ് ചോർത്തി നൽകിയിരുന്നു. ഇത് ശ്രദ്ധയോടെ കേൾക്കേണ്ടത് കേരളത്തെ ക്ലീൻ ചെയ്യാനോ രാജ്യവിരുദ്ധതയും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ഇല്ലാതാക്കാനും മതവർഗീയതയെ തുടച്ചു നീക്കാനും ഷേവിംഗ് സെറ്റും ഫിനോയിലും ബക്കറ്റും ബ്രഷും ഒക്കെയായി ഇറങ്ങിത്തിരിച്ച ഒരു MLA ഉണ്ടല്ലോ, നിലമ്പൂർ MLA കാണുന്നില്ലേ? ഇത് ഷാജൻ ഉണ്ണുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, മൂത്രമൊഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടന്ന PV അൻവർ ഇതൊന്നും കാണുന്നില്ലേ? അതല്ല എന്തോ എവിടെ കുറച്ച് പൂനെയിലെങ്ങാണ്ട് 19 ലക്ഷം രൂപയുടെ എക്യുപ്മെന്റ്സ് കൊണ്ടുപോയി വച്ചിരിക്കുന്നെന്നോ, രാജ്യരഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നെന്നോ, അത് പാകിസ്ഥാനിൽ കൈമാറി ഷാജൻസ്കറിയ പണം ഉണ്ടാക്കുന്നെന്നോ ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അൻവറെ, ധൈര്യമുണ്ടോ താങ്കൾക്ക് പോപ്പുലർ ഫ്രണ്ടിലെ ഇത്തരം കള്ളനാണയങ്ങൾക്കെതിരെ വിമർശിക്കാൻ, കള്ളനാണയങ്ങൾക്കെതിരെ സംസാരിക്കാൻ, പ്രതികരിക്കാൻ?
ഇപ്പോഴല്ലേ താങ്കളെ പോലെയുള്ള ആളുകൾ രാജ്യസ്നേഹം പുറത്തു കാണിക്കേണ്ടത്? അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാൾക്കെതിരെ നടപടി നേരത്തെ എടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ റിജുമോനെതിരായിട്ടുള്ള നടപടിയും സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. ഇതിനു മുമ്പും ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു കാക്കാമാരും നിയോഗിച്ച ആളുകളും. എന്തായിരുന്നാലും കേരളം ഉടനെ തന്നെ കേന്ദ്രത്തിന്റെ കയ്യിലാകുമെന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളുടെ തനതായ രീതികൾ പുറത്തെടുത്താൽ ഈ നാട് നിങ്ങൾ കുട്ടിച്ചോറാക്കുമെന്ന് കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ കുറുന്താളിപ്പങ്ങ് നിൽക്കുകയും ചെയ്യും. രാജ്യം ഭദ്രമായും സുരക്ഷിതമായും കേന്ദ്രത്തിന്റെ കരങ്ങളിൽ ഇന്ന് കാശ്മീരിനെ പോലെ സമാധാനത്തോടുകൂടി നമുക്ക് ഉറക്കമെഴുന്നേൽക്കാം, ഉണ്ണാം, ഉറങ്ങാം. നന്ദി.